മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് എല്ലാ രാജ്യത്തിനും അവരുടേതായ ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉണ്ടാവും. ഇന്ത്യയുടെ കാര്യം എടുക്കുന്ന സമയത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ഇന്ത്യയിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി. ഇനി UK കാര്യം എടുത്തു കഴിഞ്ഞാൽ GMC എന്ന് പറയും, ജർമ്മൻ മെഡിക്കൽ കൗൺസിലാണ്. സോ ഇത്തരത്തിൽ എല്ലാ രാജ്യത്തിനും ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉള്ളതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് രാജ്യങ്ങളിൽ അവരുടെ MBBS PGയോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വർക്ക് ചെയ്യാനും അതിനുശേഷം അവിടെ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി തന്നെയായിരിക്കും. സോ ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയായ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ഇന്ത്യയിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അതുകൂടാണ്ട് വിദേശത്ത് നിന്ന് MBBS പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനും അതുകൂടാണ്ട് അവരുടെ FMG എക്സാമിനേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും 2019 വരെ ഇവിടെ വേറൊരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കും. 2019 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നായിരുന്നു, MCI എന്നായിരുന്നു പേര്. അപ്പോൾ MCI എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പോയി പഠിക്കാനായി സാധിക്കുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമായതിനു ശേഷം ആ ഒരു ലിസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് 2021 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായ ഒരു ഗസറ്റ്, FMGL റെഗുലേഷൻ എന്ന പേരിൽ ഒരു ഗസറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ഈ ഗസറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ഗസറ്റ് ബൈ NMC ഉണ്ട്, എന്നിട്ട് ഈ ഗസറ്റ് ബൈ MCA ഉണ്ട്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഉണ്ട്. ഓക്കെ, അതിൽ 2021 നവംബർ മാസം 18 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിംഗ് റെഗുലേഷൻ എന്ന് പറയുന്ന ഗസറ്റ് ആണ് കറന്റ്ലി നമ്മുടെ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തേക്കുന്നത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ ഒരു ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോയി പഠിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ എക്സാമിനേഷൻ ആയിട്ടുള്ള FMG, കറന്റ് FMG എന്ന് പറയുന്ന എക്സാമിനേഷനാണ്. ഇനി മേ ബി ഇൻ ഫ്യൂച്ചർ നെക്സ്റ്റ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് വരികയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് വരികയാണെങ്കിൽ നെക്സ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ FMG എഴുതിയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഈ FMGL റെഗുലേഷൻ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ FMGL റെഗുലേഷൻ ഗസറ്റിലെ 4ാമത്തെ പോയിന്റിലാണ് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്രാന്റ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ ടു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നോ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഷാൽ ബി ഗ്രാന്റ് പെർമനന്റ് രജിസ്ട്രേഷൻ അൺലെസ് ഹി ഹാസ് എന്നാണ് പറയുന്നത്. അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന അത്രയും കണ്ടീഷൻസ് മീറ്റ് ചെയ്യാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എന്ത് കിട്ടത്തില്ല, പെർമനന്റ് രജിസ്ട്രേഷൻ പോസിബിൾ ആവില്ല എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു ഗസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 പോയിന്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പഠിക്കാനായിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി, അതായത് നമുക്കിപ്പം ഇന്ത്യയുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. അപ്പോൾ അതുപോലെ ആ രാജ്യത്തിന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആഫ്റ്റർ ദ കോഴ്സ് നമുക്ക് എന്താണ് തരേണ്ടത് എന്നുള്ളൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 സ്റ്റാൻഡിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഗസറ്റ് നിലകൊള്ളുക തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഗസറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ MBBS പഠിക്കാനായിട്ട് എന്ത് വേണം, നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് പോയിട്ട് ഒരു വിദ്യാർത്ഥി MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാര്യം നീറ്റ് ക്വാളിഫൈഡ് ആയതായിരിക്കും ഇനി മുതൽ ഇവിടെയുള്ള എക്സാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാണ്ട് UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് USA ഈ ഒരു 5 രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചിവിടെ വന്ന് പരീക്ഷ എഴുതാണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യാനും സാധിക്കും. ബിക്കോസ് അവിടുത്തെ UGയും PGയും ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനും ഓൾറെഡി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ സൈഡിൽ നിന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വൺസ് ഗസറ്റിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ എന്തായിരിക്കണം, നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്തായിരിക്കണം, മിനിമം ഡ്യൂറേഷൻ 54 months ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെ ഇന്ത്യയിൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 മാസമാണ് ഡ്യൂറേഷൻ വരും. സെയിം ലൈക്ക് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് എന്നുണ്ടായിരിക്കണം അവിടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ 54 months തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ 54 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട്, 1 ഇയറിന്റെ 12 months ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. സെയിം ലൈക്കസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സപ്പോസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കോളേജിന് എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിം കോളേജിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല,
ഇന്റേൺഷിപ്പ് ചെയ്യൽ പോസിബിൾ ആവത്തില്ല. സോ അപ്പോൾ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അതേ കോളേജിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ റിസീവ്ഡ് എ ഫോറിൻ മെഡിക്കൽ ഡിഗ്രി വിത്ത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് സ്റ്റഡീഡ് ദ മാൻഡേറ്ററി സബ്ജക്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എൻ്റെ കോഴ്സ് നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. നമ്മൾ ബൈലിംഗൽ കോഴ്സസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ അത് അംഗീകരിക്കുകയില്ല. അപ്പം ബൈലിംഗൽ കോഴ്സ് മീൻസ് ഇപ്പോൾ ചില രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ 2-3 വർഷം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുകയും അതിനുശേഷം വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഇയേഴ്സ് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് എന്ത് ചെയ്യില്ല ഇനി മുതൽ ഇന്ത്യയിൽ അംഗീകരിക്കില്ല എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾ 1 എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. സോ ഷെഡ്യൂൾ 1 പറയുന്ന സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വൺസ് നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾ 1 നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട് വെരി ക്ലിയർലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതിനകത്ത് നമുക്കിപ്പോൾ മരുന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മെഡിസിൻ, ജനറൽ മെഡിസിൻ മുതൽ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും അത് കൂടാണ്ടുള്ള ലാബ് സ്പെഷ്യാലിറ്റികൾ അടക്കമുള്ള എല്ലാ സബ്ജക്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വെരി ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അത്രയും സബ്ജക്ട്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. സോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കോളേജിന്റെ എന്ത് ചെയ്യണം സിലബസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നുണ്ട്. അതായത് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സുകളും അവർ പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാം എഴുതി പ്രാക്ടീസിങ് പോസിബിൾ ആവത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ കോളേജ് നമുക്ക് തരേണ്ട കാര്യങ്ങളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, ദെൻ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ കൺട്രി അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം അവിടുത്തെ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കിട്ടിയിരിക്കണം. ഇനി രജിസ്ട്രേഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഓർ അതർവൈസ് coming into grant license to practice medicine in the respective jurisdiction of the country in which the medical degree is awarded and at par with the license to practice medicine given to citizens of that country എന്നാണ് പറയുന്നത്. സപ്പോസ് നമുക്ക് എന്ത് പറ്റിയില്ല, നമുക്ക് ലൈസൻസ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ്ങിന് എലിജിബിൾ ആവുന്ന ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിരിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏതർ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം, ഇല്ലെങ്കിൽ എന്താവണം ലൈസൻസ് ടു പ്രാക്ടീസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ എംബസികളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഡിഗ്രി വാലിഡ് ആണോ അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ അത്തരത്തിലുള്ള കാര്യത്തിലായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലെ എംബസികളും എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എംബസിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം. അത് കൂടാണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് എലിജിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിൽ എലിജിബിൾ അല്ല എന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എനിഹൗ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടും സാധിക്കും. അപ്പോൾ ഇനി വരുന്ന മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ തിരിച്ച് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് എന്ത് അടുത്ത് പറഞ്ഞേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ടാവും, അത് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ എന്താണ് അതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് എയ്തർ നെസ്റ്റ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ഇല്ലെങ്കിൽ എന്താണോ നമ്മുടെ എന്താണ് കമ്മീഷൻ പറയുന്നത്, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ എക്സാം നടത്തുന്ന ആ ഒരു കമ്മീഷൻ എന്താണോ പറയുന്നത് ആ ഒരു എക്സാം നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കറന്റ് നമ്മുടെ ഇപ്പോഴും വിദേശത്ത് വരുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്നത് പോലെ 1 ഇയറിന്റെ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൂടെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത് നമുക്കിവിടെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പോയി പഠിക്കുന്ന കോളേജുമായി ബന്ധപ്പെട്ടും അത് കൂടാണ്ട് ആ ഒരു കൺട്രി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തരേണ്ടതായിട്ട് ബന്ധപ്പെട്ട് ഗസറ്റിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് കൂടാണ്ട് മെയിനായിട്ട് പിന്നെ ലൊക്കേഷൻ ഓഫ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗസറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗസറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലും ഒക്കെ കൺട്രിയിലോട്ടോ കോളേജിലോട്ടോ ഒക്കെ എന്താണ് ട്രാൻസ്ഫർ എടുത്ത് പോയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2021 ഈ ഒരു ഗസറ്റ് വന്നതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ഓക്കെ എവിടെയാണോ MBBS ജോയിൻ ചെയ്യുന്നത് അവിടെ വേണം എന്ത് ചെയ്യാൻ നമ്മുടെ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് വെരി ക്ലിയർലി പറയുന്നുണ്ട്. അതായത് സപ്പോസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു 5 വർഷത്തെ കോഴ്സ് പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു ഇന്റേൺഷിപ്പ് സപ്പോസ് നമ്മൾ പഠിച്ച കോളേജിന് എന്തില്ല ഹോസ്പിറ്റൽ ഇല്ലാത്ത കാരണം വേറെ എവിടെയെങ്കിലും പോയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന് വെരി ക്ലിയർലി തന്നെ പറയുന്നുണ്ട്. ഏതർ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തു എന്നതും കൊണ്ട് എന്ത് ചെയ്യില്ല അത് അംഗീകരിക്കുകയല്ല. നമ്മൾ ഏത് രാജ്യത്ത് ഏത് കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർലി പറയുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്ത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം എൻറ്റയർ ദ ഡ്യൂറേഷൻ ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം
നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. തന്നെ അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസറ്റിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് മുതൽ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് അപ് ടു 10 years വരെയുള്ള ഡ്യൂറേഷൻ ആണുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെരി ക്ലിയർലി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് NMC ഗസറ്റുമായി ബന്ധപ്പെട്ടിട്ട് കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. സോ അപ്പോൾ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കോളേജ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന FMGL റെഗുലേഷനിലെ കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പർലി പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പ്രോപ്പർലി നോക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ കോളേജ് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിലാണോ കോഴ്സ് കൊടുക്കുന്നത്, 54 മാസം കോഴ്സ് ഉണ്ടോ, ദെൻ അത് കൂടാണ്ട് എന്താണ് നമ്മൾ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നുണ്ടോ, ദെൻ എന്താണ് ഇന്റേൺഷിപ്പ് തരാനായിട്ടുള്ള ഓൺ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നോക്കുക. ദെൻ അത് കഴിഞ്ഞ ശേഷം പിന്നെ നോക്കേണ്ടതെന്ന് പറയാൻ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കുക. അത് നിങ്ങൾക്ക് എന്താണ് കൺസേൺഡ് ആയിട്ടുള്ള എംബസികളുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ എംബസിയുടെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് എക്സാം എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, വൺസ് നമ്മൾ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ പ്രാക്ടീസിങ് പോസിബിളുമാണ്. ഓക്കെ, അപ്പോൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ FMGL റെഗുലേഷൻ പ്രോപ്പർലി നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോളേജസ് ചൂസ് ചെയ്യുക. സോ എന്താണ് എലിജിബിൾ ആയിട്ടുള്ള കോളേജസിനെ കുറിച്ചോ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള കൺട്രീസിനെ കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.